Hey all, this is Veeran here, your coach, your mentor, your trainer in training. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തേക്കുകയാണ്. ഞാനും കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിലേക്ക് വരുന്നത്. ഇതിനെല്ലാം മുമ്പായിട്ട് നമ്മളുടെ ഇൻസ്റ്റഗ്രാം ചാനലിൽ കുറേ അധികം ഫേക്ക് പേജസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർ നിങ്ങളോട് പ്രീമിയം ഗ്രൂപ്പ് സബ്സ്ക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ആഡ്സ് വരികയും നിങ്ങളതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പിന്നീട് ഇതുപോലെ ഓൾമോസ്റ്റ് ഡബിൾ ചെയ്ത് തരാം, നിങ്ങൾ 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് 15,000 20,000 കിട്ടും, 10,000 ഇടുന്നവർക്ക് ഇങ്ങനെ ഡബിൾ ചെയ്യുക, ട്രിപ്പിൾ ചെയ്യുക എന്ന് പറയുന്ന രീതിയിൽ കുറേ ഫേക്ക് പേജസ് വന്നിട്ടുണ്ട്. ടെലഗ്രാം ചാനൽസും ഉണ്ട്. നിങ്ങൾക്ക് ഈ കാണുന്ന ചാനലൊക്കെയാണ് ഫേക്ക് ആയിട്ടുള്ള ചാനൽ. ദയവ് ചെയ്ത് നിങ്ങൾ ഈ പറയുന്ന ചാനൽസിലൊന്നും പോകരുത്. നമ്മളുടെ പേജ് നമ്മളുടെ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം നമ്മൾ ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കുക, ഇല്ലെങ്കിൽ വാട്സപ്പിൽ ടെക്സ്റ്റ് ചെയ്ത് കൺഫർമേഷൻ എടുക്കുക. നമ്മൾ ഇങ്ങനെ ടെലഗ്രാം ചാനൽസ് വഴിയോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സർവീസസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതായത് ഈ ഡബിൾ ചെയ്യുക, ട്രിപ്പിൾ ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ഇൻവെസ്റ്റ്മെന്റും നമ്മൾ എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നില്ല താനും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഫ്രൈഡേ ആയിരുന്നു, വലിയ മൊമെന്റോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ 50 EMA നമുക്ക് നല്ല ഒരു ട്രെൻഡ് അനാലിസിസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എനിവേ ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താ റീസൺലി ഇപ്പം 1 അവറിൽ അനലൈസ് ചെയ്തിട്ട് നമുക്ക് 50 മിനിറ്റിലും 5 മിനിറ്റിലും നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ ഇന്ന് കുറച്ച് സിഗ്നൽസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കതൊന്ന് ജസ്റ്റ് ആദ്യം തന്നെ അതൊന്ന് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഹിയർ വി ഗോ. നമ്മൾ ഇന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൾമോസ്റ്റ് 1 2 3 4 4 ട്രേഡ്സ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യത്തേത് ടാർഗറ്റ് 1 ഹിറ്റ് ചെയ്തു, സെക്കൻഡ് 1 പ്രോഫിറ്റ് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, തേർഡ് 1 SL ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നാലാമത്തത് എല്ലാ ടാർഗറ്റ്സും ഹിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 4 ഷെയർ ചെയ്തതിൽ 1 മാത്രമായിരുന്നു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുള്ളത്. പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാര്യങ്ങളെല്ലാം കാണാം. ഇനി നമ്മുടെ ഈ ഒരു പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. നമ്മളുടെ ലിങ്ക് വെച്ചിട്ട് ഒരു ഡൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാനായിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് പ്രീമിയം എന്ന് മാത്രം ഒന്ന് വാട്സപ്പിൽ ടെക്സ്റ്റ് ചെയ്യുക. എനിവേ നമ്മൾ അനാലിസിസ് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ എന്താ കാണുന്നത്, മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് ഒന്ന് താഴത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു സേർട്ടൻ റേഞ്ചിൽ എല്ലാ ഡ്രോയിങ്സും ഞാൻ കളയുകയാണ്. ഈ ഒരു സേർട്ടൻ റേഞ്ചിൽ മാർക്കറ്റ് കുറച്ച് കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഒരു റിവേഴ്സിൽ, ടെമ്പററി റിവേഴ്സിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് എന്താ നമുക്ക് കാണുക, ഇവിടുന്ന് ഒരു ലോവർ ലോ ലോവർ ഹൈ, ലോവർ ലോ ലോവർ ഹൈ തന്നെ ആയിരിക്കാം. ഇനി അത് നേരെ താഴത്തേക്ക് വീഴാനായിട്ടുള്ള ഒരു പ്രോബബിലിറ്റി നമ്മൾ ഇവിടെ കാണുന്നുണ്ട്, ഇല്ലേ, നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ നോക്കുമ്പോഴത്തേക്ക് പ്രോപ്പറായിട്ട് തന്നെയാണ് റിജക്ഷനും കാര്യങ്ങളും എല്ലാം ഇവിടെ വന്നിട്ടുള്ളത്. ഇനി നാളെ, അതായത് തിങ്കളാഴ്ച നമ്മളൊരു ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെർട്ടൻ റേഞ്ചിൽ നിന്ന് ഈ ഒരു ആംഗുലർ സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ട്രേഡ് നോക്കാം. ഈ ഒരു ആംഗുലർ സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. അതായത് അപ്രോക്സിമേറ്റ്ലി 24,300 താഴെ വരികയാണെങ്കിൽ നമുക്ക് ബെയറിഷ് സൈഡിലേക്ക് ഒരു ട്രേഡ് എടുക്കാവുന്നതാണ്. ഇതിൽ ഫസ്റ്റ് ഒരു മൈനർ സപ്പോർട്ടായിട്ട് നമുക്ക് ഈ കാണുന്ന ഈ ഒരു സെർട്ടൻ ലെവല് നമുക്ക് എടുക്കാം. 24,267 നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. ഇനി സെക്കൻഡ് ടാർഗറ്റ് ആയിട്ടോ നമുക്ക് 24,188 ആൻഡ് തേർഡ് ടാർഗറ്റ് ആയിട്ട് 24,137 നമുക്ക് കൺസിഡർ ചെയ്യാം. ഇത്രയും വരെ ഒരു ഫോൾ വരാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. ഇനി അതേസമയം ബുള്ളി സൈഡിലേക്ക് പോകാനായിട്ടാണെങ്കിലോ ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസിനെ ഇത് ബ്രേക്ക് ചെയ്യണം. അതായത് അപ്രോക്സിമേറ്റ്ലി 24,450 മുകളിൽ വരികയാണെങ്കിൽ നമുക്ക് ബുള്ളി സൈഡിലേക്ക് നോക്കാവുന്നതാണ്. അതിൻ്റെ ബുള്ളി സൈഡിലേക്കുള്ള ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് 24,600 വെക്കാം. സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് 24,677 ആൻഡ് തേർഡ് ടാർഗറ്റ് ആയിട്ട് ഈ ഒരു ഹൈ ഉണ്ടല്ലോ 24,773 വരെയും നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ബുള്ളി സൈഡിലേക്കുള്ള വ്യൂ ഏതാണ് എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാകുന്നുണ്ട്, റൈറ്റ്? ബുള്ളിഷ് വ്യൂ ഈ ഒരു സെർട്ടൻ ലെവലിന് മുകളിലായിരിക്കും വരുന്നത്. ബെയറിഷ് വ്യൂ ആണെങ്കിലോ ഈ ഒരു ആംഗുലർ സപ്പോർട്ടിനെ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബെയറിഷ് വ്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഫ്രീ ടെലഗ്രാം ചാനലിൽ ഞാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ട്സ് കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനൽ എന്ന് പറയുന്നത് ഇതാണ്, ഓൾമോസ്റ്റ് ട്രേഡ് മാക്സ് അക്കാഡമി
40,957 സബ്സ്ക്രൈബേഴ്സ് ഉള്ള നമ്മുടെ ചാനലാണ്. ഇതാണ് ഒഫീഷ്യൽ ചാനൽ. ദയവ് ചെയ്ത് വേറെ ചാനൽസിലൊക്കെ പോയിട്ട് നിങ്ങൾ പൈസ കൊണ്ട് കളയരുത്. നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കുന്നതല്ല. നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പൈസയോ കാര്യങ്ങളോ ലൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സൈബർ സെല്ല് കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്യുക കേസസ്. നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആകുന്നതായിരിക്കും. എനിവേ, നിഫ്റ്റിയുടെ വ്യൂ നമ്മളുടെ ഇതാണ്. ഇനി നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിലോ, നിഫ്റ്റി ബാങ്കിലേക്ക് നമ്മൾ വരുന്നു. ആക്ച്വലി നമ്മൾ നിഫ്റ്റി ബാങ്കിനെ പറ്റി ട്രേഡ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ നോക്കിയിട്ട് പോലും ഇല്ലായിരുന്നു. ഇനി നിഫ്റ്റി ബാങ്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്കും ഇതുപോലെ തന്നെ കൺസോൾഡേറ്റ് ചെയ്ത് ഒരു സെർട്ടൻ ലെവലിൽ നിൽക്കുകയാണ്. നിഫ്റ്റി വീഴുമ്പോഴത്തേക്ക് നിഫ്റ്റി ബാങ്കും ഓൾമോസ്റ്റ് പോസിറ്റീവ് കോറിലേഷനിലാണ് ഇപ്പോൾ നിഫ്റ്റി ബാങ്കും ഒക്കെ പോകുന്നത്. അപ്പോൾ ബുള്ളി സൈഡിലേക്ക് ട്രേഡ് എടുക്കാനായിട്ടാണെങ്കിൽ ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനെ നമുക്ക് ബുള്ളിഷ് വ്യൂ ആയിട്ട് ഈ ആംഗുലർ റെസിസ്റ്റൻസിന് എടുക്കാം. ഇതിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക 58,000 നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് കഴിഞ്ഞാലോ നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് 58,242 നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ബേരി സൈഡിലേക്ക് കൺസിഡർ ചെയ്യാനായിട്ടാണെങ്കിലോ ഈ ഒരു ആംഗുലർ സപ്പോർട്ടിനെ അത് ബ്രേക്ക് ഡൗൺ ചെയ്യണം. അപ്രോക്സിമേറ്റ്ലി 57,375 താഴെ വരികയാണെങ്കിൽ നമുക്ക് ബേറിഷ് വ്യൂ ആയിട്ട് എടുക്കാവുന്നതാണ്. റൈറ്റ്, ബേറിഷ് വ്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ എവിടം വരെ വീഴാനായിട്ട് ചാൻസ് ഉണ്ട്? ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് 57,177 എടുക്കാം. സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് 56,800 നമുക്ക് കൺസിഡർ ചെയ്യാം. ആൻഡ് തേർഡ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു റേഞ്ചിൽ തന്നെ 56,664 വരെ കൺസിഡർ ചെയ്യാവുന്നതാണ് നിഫ്റ്റി ബാങ്കിൽ. ഇനി നമ്മൾ നിഫ്റ്റിയിലേക്ക് പോവുകയാണെങ്കിൽ, ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്ക് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു ആ സ്റ്റോക്കിൻ്റെ പേര് താഴെ കമൻറ്റ് ചെയ്യുക. നമ്മളുടെ ടീം ഇത് അനലൈസ് ചെയ്തിട്ട് നമ്മളുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് വേണ്ടി ഇതിൻ്റെ പ്രോപ്പർ അനാലിസിസ് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങൾ അതിൽ ഷെയർ ചെയ്യണം, സ്വിങ്ങിന് വേണ്ടിയാണോ ഇൻട്രാഡേക്ക് വേണ്ടിയാണോ നിങ്ങൾ ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം. സോ ദാറ്റ് നമ്മളുടെ ടീമിനത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നമ്മൾ ഈ പറഞ്ഞ നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിലോ, നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു ഫോള് തന്നുകൊണ്ടിരിക്കുകയാണ്. ബേറി സൈഡിലേക്ക് നമുക്ക് നോക്കാം. ബുള്ളി സൈഡിലേക്ക് ഞാൻ അത്ര പുഷ് തരുന്നില്ല. 26,181 ആണ് നമ്മളുടെ എൻട്രി പോയിന്റ്, അതായത് ബേറിഷ് വ്യൂ എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് 25,986 ആൻഡ് ഫൈനൽ ടാർഗറ്റ് ആയിട്ട് 25,690. ഇറ്റ്സ് ബെറ്റർ 25,700 വരെ വരാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. ആൻഡ് വെൽ, നാളെ ഒരു ബുള്ളി സൈഡിലേക്ക് ഞാൻ ട്രേഡ് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും. എന്നാലും ഇനി മുതൽ നമ്മൾ തിങ്കളാഴ്ച എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3:30 വരെ നമ്മൾ ഒരുമിച്ച് ഇന്ന് ട്രേഡ് ചെയ്യുന്നുണ്ട് ലൈവ് ട്രേഡിംഗ് മലയാളം യൂട്യൂബ് ചാനലിൽ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. രാവിലെ ഞാൻ കുറച്ച് സ്കാൽപ്പ് ട്രേഡ്സ് ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് പ്രൊവൈഡ് ചെയ്ത 2 സ്കാൽപ്പ് ട്രേഡ് ആയിരുന്നു. ഇന്ന് വലിയ മൊമെൻറ്റം ഇല്ലായിരുന്നു. അപ്പോൾ 2 സ്കാൽപ്പ് ട്രേഡ് ആയിരുന്നു നമ്മൾ ഷെയർ ചെയ്തത്. അതിലെ ആദ്യത്തെ സ്കാൽപ്പ് നമുക്ക് ഓൾമോസ്റ്റ് പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റി, വലിയ പ്രോഫിറ്റ് ഒന്നും ഇല്ലായിരുന്നു. സെക്കൻഡ് നമുക്ക് SL ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റോക്ക് ഓപ്ഷൻസ് നമുക്ക് ഇന്ന് നല്ല റിസൾട്ട് തന്നിട്ടുണ്ടായിരുന്നു താനും. അപ്പോൾ എനിക്ക് അവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് ഇതുള്ളത്, ഇപ്പം നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിനകത്ത് നമ്മളിത് ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് ലെറ്റ്സ് സേ സ്റ്റോക്കിൻ്റെ പ്രീമിയം ഗ്രൂപ്പിൽ നമ്മളിത് ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ആദ്യമേ നമ്മൾ ഷെയർ ചെയ്തിട്ട് മാൻകൈൻഡ് ആയിരുന്നു നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇക്വിറ്റിയാ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സെർട്ടൻ ലെവൽ നോക്കിയിട്ട് ഇക്വിറ്റിയിലും നിങ്ങൾക്ക് ഇത് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഇൻട്രാഡേ ട്രേഡ്സ് ആണ് കൂടുതലും നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. തൊട്ട് മുമ്പത്തെ ദിവസത്തെ ട്രേഡ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. BDL, സോളാറിൻസ്, നിഫ്റ്റി, ദെൻ ഈ ബൈ കോഫോർജൻ ഒക്കെ കൊടുത്തേക്കുന്നത് നേരെ നമ്മുടെ ടീം കോപ്പി ചെയ്ത് വെച്ചേക്കുമ്പോൾ പോയതാണ്. അത് ഞാനൊന്ന് കൺഫ്യൂസ് ചെയ്ത് എന്താണ് ഇങ്ങനെ വന്നതെന്നുള്ളത്. എനിവേ, ഗുഡ് ഫൈൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ രീതിയിൽ നമ്മളുടെ പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഫൈൻ. അപ്പോൾ നമുക്ക് നിഫ്റ്റിയിൽ ഇതാണ് നമ്മളുടെ വ്യൂ. ഇനി സെൻസെക്സിലേക്ക് വരികയാണെങ്കിലോ, നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മളുടെ ഈ അനാലിസിസ്, ഏതെങ്കിലും രീതിയിൽ നമ്മളുടെ ഈ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളത് അപ്ഡേറ്റ് ചെയ്യുക, കമൻറ്റിൽ ഒന്ന് പറയുക. നമുക്കത് വലിയ ഇൻപുട്ട് ആകും. സോ ദാറ്റ് നിങ്ങളിലേക്ക് നമുക്ക് ഏറ്റവും ബെസ്റ്റ് രീതിയിൽ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നാളെ ബുള്ളി സൈഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഓൾമോസ്റ്റ് 78,300 മുകളിൽ വരികയാണെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു ട്രേഡ് എടുക്കാൻ സാധിക്കുക. ബട്ട് എന്നാൽ ബെറ്റർ ഞാൻ ഈ ഒരു ആംഗുലർ സപ്പോർട്ട്, അതായത് ബേറിഷ് വ്യൂ നമുക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ്. ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ഈ ഒരു ഗ്യാപ്പിൻ്റെ ലെവലിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. സെക്കൻഡ്
നമുക്ക് ഈ ഗ്യാപ്പിൻ്റെ ലെവലും തേർഡ് നമുക്ക് ഇവിടെയും കൊടുക്കാവുന്നതാണ്. അതായത് 77,339, 76,759 ആൻഡ് 75,460 ഈ ലെവൽസിലേക്ക് കൺസിഡർ ചെയ്യാം. ഇനി ബുള്ളി സൈഡിലേക്ക് തിങ്കളാഴ്ച പോവുകയാണെങ്കിൽ നമുക്ക് നോക്കാം. നമ്മളുടെ വ്യൂ എപ്പോഴും നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നു തിങ്കളാഴ്ച. ഇനി 2 ദിവസം കൊണ്ട് എന്തെങ്കിലും കാരണങ്ങൾ കാരണം ഇതിന്റെ വ്യൂ മാറിയിട്ടുണ്ടെങ്കിൽ, ഗ്ലോബൽ ഇവന്റ്സ് കാരണം പെട്ടെന്ന് ബുള്ളിഷായി, അപ്പോൾ നമ്മൾ നമ്മുടെ ബയാസ് മാറ്റുക, ബുള്ളിഷിലേക്ക് പോകുക, കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് അവർ ട്രേഡ് ടുഡേ ആൻഡ് പ്രിയാൻ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ആൻഡ് ഓൾസോ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ, സോ ദാറ്റ് നമുക്കത് ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച രാവിലെ 9 മണിയാകുമ്പോൾ കാണാം. ടിൽ ദെൻ